നമസ്കാരം. തൃശൂർ പൂരം കലക്കിയതിൽ ADGPക്കും പങ്ക് എന്നതാണല്ലോ പ്രധാനപ്പെട്ട ഒരു മാധ്യമങ്ങളിലെ വാർത്ത എന്ന് പറയുന്നത്. അതായത് തൃശൂർ പൂരം കലക്കിപ്പിച്ചത് സർക്കാരാണ്, ഇടതുപക്ഷമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല പ്രതികരണങ്ങളും വരുന്നുണ്ട്. തൃശൂരിലെ 3 സ്ഥാനാർത്ഥികളുടെയും പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 3 പേരും ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം ആരാണ് ആദ്യം ഉന്നയിച്ചത് എന്ന് പറയേണ്ടതുണ്ട്. ഭരണകക്ഷി MLA ആയ PV അൻവറാണ് ADGP അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടയിൽ, അതായത് ഈ തൃശൂർ പൂരം കലക്കാൻ ADGP അജിത് കുമാറും പങ്കുവഹിച്ചിട്ടുണ്ട്, അതിന്റെ ഭാഗമായി അദ്ദേഹം RSS നേതാക്കളെ കണ്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അതിന്റെ ചുവട് പിടിച്ച് പ്രതിപക്ഷ നേതാവ് ഒരു പ്രതികരണം രേഖപ്പെടുത്തി. ഇതിനൊക്കെ പിന്നിൽ സർക്കാരാണെന്ന മട്ടിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തി. CPM RSS ബന്ധം പുറത്തു വരികയാണ് എന്ന രീതിയിലൊക്കെ പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ADGP RSS നേതാവിനെ കണ്ടത് എന്ന രീതിയിലൊക്കെ മറ്റു പലരും പറഞ്ഞ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. പൊടുന്നനെ തന്നെ ADGP അജിത് കുമാർ, അതായത് RSS നേതാവ് ദത്താത്രേയെ കണ്ടു എന്ന് സമ്മതിച്ചു എന്ന വാർത്തയും പുറത്തു വന്നു. പിന്നാലെ തന്നെ നടന്ന സംഭവവികാസങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് UDFന്റെ സ്ഥാനാർത്ഥിയായ K മുരളീധരൻ രംഗത്തേക്ക് വരുന്നു. അദ്ദേഹം പറയുകയാണ്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഈ ദത്താത്രേയെ കാണാൻ വേണ്ടി ADGP പോയതെന്നാണ് പറയുന്നത്. എന്നാൽ വാസ്തവം എന്താണ്? അദ്ദേഹം നടത്തിയത് സ്വകാര്യ സന്ദർശനമാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് മുഖ്യമന്ത്രി പോയതാണെന്ന് വരുത്തി തീർക്കാൻ മുരളീധരൻ ശ്രമം നടത്തുന്നത് വേറൊന്നും കൊണ്ടല്ല. അതായത് CPMഉം RSSഉം തമ്മിൽ ബന്ധമുണ്ട്. CPM RSS BJP ബന്ധമാണ് അവിടെ തൃശൂർ പൂരം കലക്കാൻ ഇടയാക്കിയതെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. ഇനി എന്തൊക്കെയാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഇതിൽ അന്വേഷണം വേണം, ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന് അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, അദ്ദേഹം പറയുകയാണ്, അതായത് അവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് CPM ആണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ആ വിഷയത്തെ. എന്നാൽ വ്യക്തമായ ഒരു തെളിവുകളും ഇദ്ദേഹത്തിന്റെ കയ്യിലില്ല. അതായത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടെന്ന് മാധ്യമങ്ങൾ പറയുമ്പോഴും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഇദ്ദേഹം കണ്ടിട്ടില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വാപോയ കോടാലി പോലെ മുരളീധരൻ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, അതായത് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ഒരു ലെവലിലേക്കാണ്, എന്ന ഒരു സെറ്റപ്പിലേക്കാണ് അവസാനം പോയി ചെന്നെത്തുന്നത്. എന്തായാലും K മുരളീധരന്റെ പ്രതികരണം നമുക്കൊന്ന് ആദ്യം കാണാം. തീർച്ചയായിട്ടും ആ കലക്കലാണല്ലോ അവർക്ക് മെച്ചം കിട്ടിയത് BJPക്ക്. ADGP ആണ് അതിന്റെ സൂത്രധാരകൻ. വ്യക്തമായ ഗൂഢാലോചന വളരെ ശക്തമായി പുറത്തു വന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് എത്തുന്ന ആർക്കാ? മുഖ്യമന്ത്രിക്കല്ലേ. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണല്ലോ യാത്ര. പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ട് എന്താ കാര്യം? അവർ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രിക്ക് സുഖമായിട്ട് കാര്യങ്ങൾ നടത്താനുള്ള അവസരം ഉണ്ടായി. മുഖ്യമന്ത്രിയുടെ പാർട്ടി എതിർക്കുന്ന ഒരു പ്രസ്ഥാനം, പ്രതിപക്ഷം എതിർക്കുന്ന ഒരു പ്രസ്ഥാനം, അങ്ങനെ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉന്നത നേതാവിനെ കാണാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പെർമിഷൻ എടുക്കണ്ടേ? മുഖ്യമന്ത്രിയെ കണ്ട് പെർമിഷൻ എടുക്കണ്ടേ? എന്തുകൊണ്ട് എടുത്തില്ല? ഞങ്ങൾ വന്ന് എടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് പോയതാണ്. അത് ഞങ്ങൾ ദൂതൻ എന്ന് ആധികാരികമായി പറയാനുള്ള കാരണം. കണ്ടല്ലോ, അതായത് ഈ വിഷയത്തെ അങ്ങ് മൊത്തത്തിൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അതിലൊരു രാഷ്ട്രീയമാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. ആര് തൃശൂർ പൂരം കലക്കിയെന്നല്ല അദ്ദേഹത്തിന് അറിയേണ്ടത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, അതായത് തൃശൂർ പൂരം കലങ്ങിയത് അത് CPMഉം BJPയും തമ്മിൽ കലക്കിയതാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം നടത്തുന്നത്. പോട്ടെ, ഇനി ഈ വിഷയത്തെ എങ്ങനെയാണ് LDFന്റെ സ്ഥാനാർത്ഥി നോക്കിക്കാണുന്നത്? അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണങ്ങൾ സത്യത്തിൽ മാതൃകാപരമാണ്. K മുരളീധരനും സുരേഷ് ഗോപിയും ഒക്കെ കണ്ടുപഠിക്കേണ്ട ഒരു പ്രതികരണമാണ്. വാർത്ത അനുസരിച്ചാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്, വാർത്തയുടെ അടിസ്ഥാനത്തിൽ. ഇനി വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് വിശദമായിട്ട് അതിൻ്റെ മറുപടി പറയുന്നതാണ് ഉചിതം. അല്ലാതെ കേവലം നമ്മൾ വാർത്ത കേട്ട ഉടനെ തന്നെ ചാടിക്കയറി അതിൽ അഭിപ്രായം പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ശരിയായിരിക്കില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വാർത്തയോടുള്ള പ്രതികരണമാണ്. ഇനി വസ്തുതകളോടുള്ള പ്രതികരണം വസ്തുതകൾ വരുമ്പോൾ പറയും. പിന്നെ ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഈ മീഡിയകൾ പറഞ്ഞു വരുന്നത് എന്താ? ഇപ്പോൾ ഇദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയത് നിങ്ങൾ പറയുന്നതനുസരിച്ച് പൂരത്തിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ, അപ്പോൾ അതിലെ ഒരു കക്ഷി RSS ആണെന്ന് നിങ്ങളിപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ ഒരു കക്ഷി BJP ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ RSS ആണെന്നുള്ളതാണ് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ RSS നേതാക്കന്മാരെ കണ്ടതാണല്ലോ നിങ്ങൾ പറയാറ്. ഈ പൂരം കലക്കാൻ RSS നേതാക്കന്മാരെ പോയി കാണാമെന്ന് പറഞ്ഞാൽ RSS നേതാക്കന്മാർ പൂരം കലക്കുന്നത് മുൻകൂട്ടി അറിഞ്ഞെങ്കിൽ അവർ തടയണ്ടേ? പൂരത്തോട് സ്നേഹമുള്ളവരാണെങ്കിൽ. പൂരം കലക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പൂരം കലക്കിയാൽ ജയിക്കുമെന്നുള്ള താല്പര്യം ആരുടെ താല്പര്യമാണ്? അത് RSSന്റെ താല്പര്യമാണ്. അപ്പോൾ
ഇവിടുത്തെ തൃശ്ശൂർക്കാരായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല. അതായത് എനിക്കറിയേണ്ടത് തൃശ്ശൂർ പൂരം ആര് കലക്കി എന്നുള്ള കാര്യമാണ്. അതിലെ രാഷ്ട്രീയമൊന്നും എനിക്ക് അറിയണ്ട. കാരണം ഞങ്ങളുടെ വികാരമാണ് തൃശ്ശൂർ പൂരം. അപ്പോൾ അതുകൊണ്ട് ആര് അത് കലക്കി എന്നറിയാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഇനിയിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ADGPക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന വളരെ പക്വതയുള്ള ഒരു പ്രതികരണം അദ്ദേഹം രേഖപ്പെടുത്തുന്ന കാഴ്ച കണ്ടു. ഒരു രാഷ്ട്രീയവുമില്ലാതെ തൃശ്ശൂരുകാർക്ക് വേണ്ടി, തൃശ്ശൂർ പൂരത്തിന് വേണ്ടി അദ്ദേഹം സംസാരിക്കുന്ന ആ പ്രതികരണം സത്യത്തിൽ പല രാഷ്ട്രീയ നേതാക്കളും കണ്ടുപഠിക്കേണ്ട ഒരു പ്രതികരണമാണെന്ന് എനിക്ക് തോന്നി. ഇനി പറയേണ്ടത് തൃശ്ശൂരിലെ MP ആയിട്ടുള്ള സുരേഷ് ഗോപിയെക്കുറിച്ചാണ്. സുരേഷ് ഗോപിയുടെ പ്രതികരണം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? സുരേഷ് ഗോപി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സുരേഷ് ഗോപിയെ ഏറെ ബാധിക്കുന്ന ഒരു വിഷയം, ഒപ്പം BJPയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയം, ഇന്ന് മാധ്യമങ്ങളൊക്കെ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. ആ വിഷയത്തിൽ ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോഴും കേന്ദ്ര സഹമന്ത്രി കൂടിയായ, കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് BJPക്ക് ഒരു MP കിട്ടിയത് സുരേഷ് ഗോപിയിലൂടെയാണ്. അദ്ദേഹത്തിനെതിരെ വലിയൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ അദ്ദേഹം പ്രതികരണം പോലും രേഖപ്പെടുത്താതെയാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം രേഖപ്പെടുത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒളിച്ചോട്ടം എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. തൃശ്ശൂർ പൂരം കലക്കിയതിൽ സുരേഷ് ഗോപിക്ക് പങ്കുണ്ടോ, BJPക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഈ അവസരം വരെ സുരേഷ് ഗോപി നിഷേധിച്ചിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് BJP അധ്യക്ഷൻ K സുരേന്ദ്രനെ രംഗത്ത് കാണുന്നില്ല. പല BJP നേതാക്കളെയും കാണാൻ സാധിക്കുന്നില്ല. അന്നത്തെ ആ ദിവസം തൃശ്ശൂർ പൂരം കലങ്ങുന്ന സമയത്ത് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഒപ്പം RSS നേതാവായിട്ടുള്ള വത്സൻ തില്ലങ്കേരിയെ പോലുള്ള ആളുകൾ, ഇവരൊക്കെ പെട്ടെന്ന് അവിടെ ഓടിയെത്തുന്നു. സേവാഭാരതിയുടെ വാഹനത്തിലാണ് സുരേഷ് ഗോപി അവിടെ എത്തുന്നത്. പിന്നീട് നടന്നതൊക്കെ നാടകീയമായിട്ടുള്ള പല രംഗങ്ങളുമാണ്. വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന പൂരം പെട്ടെന്ന് അലങ്കോലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതായത് പെട്ടെന്ന് അവിടെ ലൈറ്റ് അണയുന്നു, മേളം അവസാനിപ്പിക്കുന്നു, വെടിക്കെട്ട് നിർത്തുന്നു. ഇതൊക്കെ അങ്കിത് അശോകിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്ന് തുടക്കം മുതൽ തന്നെ നമ്മൾക്ക് അറിയാവുന്ന വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ റിപ്പോർട്ടും പുറത്തു വരണമെന്ന് അഡ്വക്കേറ്റ് PS സുനിൽകുമാർ മാത്രമാണ് പറയുന്നത്. മറ്റുള്ള ഒറ്റ ആളുകളും പറയുന്നില്ല. ഇനി ഇവിടെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് ഇവിടെ BJPക്ക് ജയിക്കാൻ വേണ്ടി CPM ഒരു താവളം ഉണ്ടാക്കി കൊടുത്തു, ഒരു അവസരം ഒരുക്കി കൊടുത്തു എന്ന് പറയുമ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ രണ്ടാം സ്ഥാനത്തുള്ളത് അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ആണ് എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ 16,000-ലധികം വോട്ടുകൾ VS സുനിൽകുമാറിന് കൂടുതലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആരാണ് ഇവിടെ സഹായിച്ചത്? കോൺഗ്രസ് അല്ലേ സഹായിച്ചത്? കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ BJP 74,000-ലധികം വോട്ടുകൾക്കാണ് അവിടെ ജയിച്ചത്. അങ്ങനെ വരുമ്പോൾ 1,00,000-ലധികം വോട്ടുകൾ ചോർന്നിരിക്കുന്നത് UDF-നാണ്. അപ്പോൾ UDF ആണ് അവിടെ BJPയെ രക്ഷിച്ചത്, സഹായിച്ചത്, സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതെന്ന് നമുക്ക് വളരെ ഉറപ്പിച്ച് പറയാൻ കഴിയും. മാത്രവുമല്ലല്ലോ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ സുരേഷ് ഗോപി ജയിക്കുന്ന സാഹചര്യത്തിൽ എന്തായിരുന്നു മുരളീധരൻ്റെ ഒക്കെ സ്റ്റാൻഡ്? പിണങ്ങിയില്ലേ മുരളീധരൻ? മാത്രമല്ല UDF പാലം വലിച്ചുകൊണ്ടാണ്, പിന്നിൽ നിന്ന് കുത്തിയത് കൊണ്ടാണ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥി തോറ്റതെന്ന് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ DCCയിൽ അടിവരെ ഉണ്ടായതും നമ്മൾ എല്ലാവരും കണ്ടതല്ലേ, കയ്യാങ്കളി വരെ നടന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അതൊക്കെ പെട്ടെന്ന് അങ്ങ് വിഴുങ്ങിക്കൊണ്ട് മുരളീധരൻ ഇപ്പോൾ ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന വിഷയങ്ങൾ മുഴുവൻ സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി വേണമെന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുമ്പോൾ, പ്രിയപ്പെട്ട K മുരളീധര, നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, നിങ്ങളുടെ പ്രതികരണങ്ങൾ കാണുമ്പോഴും ജനങ്ങൾ പൊട്ടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സഹോദരി എവിടെയാണ്? നിങ്ങളുടെ സഹോദരി ഇപ്പോൾ BJPയിലാണെന്നേ. BJPയിലേക്ക് പോയ സ്വന്തം സഹോദരിയെ പോലും തടഞ്ഞു നിർത്താൻ കഴിയാത്ത ഒരാളാണ് K മുരളീധരൻ എന്ന് പറയുന്നത്. അതായത് ഇന്ന് BJPയുടെ കരുത്തയായ ഒരു വനിതാ നേതാവ് കൂടിയാണ് കേട്ടോ, കരുണാകരന്റെ മകൾ കൂടിയായ ഈ പത്മജ വേണുഗോപാൽ. ഇന്നും എത്തരത്തിലുള്ള ആരോപണങ്ങളാണ് പത്മജ വേണുഗോപാൽ UDFനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ആ വിഷയങ്ങളൊന്നും ഒരു വാക്ക് പറയാത്തൊരു വ്യക്തി കൂടിയാണ് ഈ മുരളീധരൻ എന്ന് പറയുന്ന ഈ UDFന്റെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും 3 പേരുടെ പ്രതികരണങ്ങളും വിലയിരുത്തുമ്പോൾ മികച്ച പ്രതികരണം അത് VS സുനിൽകുമാറിന് തന്നെയാണ്. VS സുനിൽകുമാർ ആകാൻ K മുരളീധരനും സുരേഷ് ഗോപിക്കും കഴിയുന്നില്ലല്ലോ എന്ന് മാത്രമാണ് നമുക്ക് ആലോചിക്കാൻ നേരത്തെ ഒരു സങ്കടമുള്ളൂ. കാരണം അല്ലെങ്കിലും VS സുനിൽകുമാർ എവിടെ കിടക്കുന്നു, ഈ രണ്ടെണ്ണവും എവിടെ കിടക്കുന്നു അല്ലേ എന്ന് തൃശ്ശൂരുകാർക്ക് നന്നായി അറിയാം. എന്തായാലും തൃശ്ശൂരുകാരെല്ലാം ഇപ്പോൾ നന്നായി അറിയുകയാണ്. അവർക്ക് പറ്റിയ തെറ്റുകൾ അവർക്ക് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇനിയും ഒരു ഇലക്ഷൻ വരുമല്ലോ, ഇനിയും ഇലക്ഷനുകൾ വരുമല്ലോ. അപ്പോൾ ജനങ്ങൾ ഇതിനൊരു പ്രതിവിധി എന്തായാലും കണ്ടെത്തും. എന്തായാലും സുരേഷ് ഗോപിക്കും K മുരളീധരനും ഒക്കെയുള്ള മറുപടി നമ്മുടെ തൃശ്ശൂരുകാർ കൊടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.